മുझേ പ്രേം ചാഹിയേ. പ്രേം എന്ന് പറഞ്ഞാൽ എന്താ? ലവ്. എനിക്ക് ലവ് വേണം, എനിക്ക് സ്നേഹം വേണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. മുझे പ്രേം ചാഹിയേ ഘൻഘോർ ബാരിഷ് സ എന്നിട്ട് പറയാണ്, എനിക്ക് പ്രണയം വേണം, എനിക്ക് സ്നേഹം വേണം. ഘൻഘോർ ബാരിഷ് സ നല്ല കനത്ത മഴ പോലെ, ശക്തിയുള്ള മഴ പോലത്തെ പ്രണയം എനിക്ക് വേണം എന്ന് പറയാണ്. കടക്തി ധൂപ്പ് മേം ഘനി ചാവസ. കടക്തി ധൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടു പൊള്ളുന്ന വെയിലിൽ എന്നാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഘനി ചാവസ നല്ല തണല് പോലത്തെ പ്രണയമാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നത് എന്താണ്? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമുക്ക് ഒരു തണല് കിട്ടിയ ഒരു ആശ്വാസമല്ലേ, അതേപോലെ സ്നേഹം അല്ലെങ്കിൽ പ്രണയം എനിക്ക് ഒരാശ്വാസം പോലെ ആയിരിക്കണം എന്ന് പറയാണ്. ടിറ്റൂർത്തി ഢാണ്ട് മേം അലാവ് സ പ്രേം ചാഹിയേ മുജി. ടിറ്റൂർത്തി ഢണ്ട് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്ന തണുപ്പാണ്, അതിൽ അഗ്നി പോലെ, അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ പോലെ ആയിരിക്കണം ആ പ്രണയം എന്ന് പറയാണ്. അതായത് നല്ല ചൂടുള്ള സമയത്ത് തണുപ്പും നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് ചൂടൊക്കെ ആവശ്യമാണല്ലേ. അപ്പം അതുപോലെ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് സ്നേഹം നമുക്ക് അതുപോലെ ആയിരിക്കണം, നമുക്കതിനെ കൊണ്ടുള്ള ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കണം എനിക്ക് കിട്ടാൻ പോകുന്ന സ്നേഹം, എനിക്ക് അങ്ങനെ ഒരു സ്നേഹം വേണം എന്നാണ് കവിയത്രി പറയുന്നത്. ഉഗ് ആയേ പൗധോം ഓർ ലബാലബ് നദിയോം സ. ഉഗ് ആയേ പൗധോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളച്ചു വരുന്ന ചെടി പോലെ, അതായത് നിഷ്കളങ്കമായിരിക്കും എന്നുള്ളതാണ്. ലബാലബ് നദിയോംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞു കവിയുന്ന നദി പോലെ, അതായത് വളരെയധികം എന്താ പറയുക, വളരെയധികം ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ലവ് ആയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൂർ തക്ക് ഫൈലി ധൂബ്, ദൂരേക്ക് പടർന്നു കിടക്കുന്ന പുല്ല് പോലെ ആയിരിക്കണം. ഉസ്പർ ഛായി ഓസ് കി ബൂന്തോംസ, അതിൽ പറ്റിയിട്ടുള്ള ഓസ് കി ബൂന്ത് എന്താ? വെള്ളത്തുള്ളികളാണ്, വെള്ളത്തുള്ളി പോലെ ആയിരിക്കണം. കാലേ ബാദൽ മേം ചിപ്പാ ചാന്ത്, കറുത്ത മേഘത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ചന്ദ്രനെ പോലെ ആയിരിക്കണം. സൂരജ് കി പഹലി കിരൺ സാ പ്രേം ചാഹിയേ, സൂര്യന്റെ ആദ്യത്തെ കിരണം പോലെ, അതായത് ഇവിടെ ചന്ദ്രന്റെ ആ ഒരു ഭംഗിനെയും സൂര്യന്റെ ആ രാവിലത്തെ ആ ഒരു വെളിച്ചത്തിനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതിയിലുള്ള കാര്യങ്ങളല്ലേ. അപ്പം അതുപോലെയൊക്കെ ആയിരിക്കണം എനിക്ക് ഈ പ്രണയം എന്നുള്ളതാണ്. അതുപോലത്തെയൊക്കെ പ്രണയം എനിക്ക് കിട്ടണം എന്ന് പറയണത്, അത് അത്രയും മനോഹരമായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട്. ഖില ഖില ലാൽ ഗുലാബ് സ, വിരിഞ്ഞു നിൽക്കുന്ന പുതിയ റോസാപ്പൂ, ചുവന്ന റോസാപ്പൂ പോലെ ആയിരിക്കണം. ഗുലാബ് എന്താണ്? റോസാപ്പൂവാണ്. കുൻമുനാത്തി ഹൻസിക, കുൻമുനാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസൃതി ചിരിക്കാണ് കുൻമുനാന എന്ന് പറയാം. ഹൻസീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദഹാസം. അപ്പം കുസൃതി ചിരി പോലെയുള്ള ഒരു മന്ദഹാസം പോലെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ചിരിക്ക് അത്രയും ഭംഗിയുണ്ട്, അതുപോലെ ആയിരിക്കണം എന്ന് പറയണം. അന്ധേരേനെയും ടിംടിമാത്തി റോഷ്നിസ പ്രേം ചാഹിയെ, ഇരുട്ടത്തൊക്കെ തിളങ്ങുന്ന പോലത്തെ പ്രണയമായിരിക്കണം. ഇപ്പം രാത്രി ഇരുട്ടത്തൊക്കെ മിന്നാമിന്നുകളൊക്കെ മിന്നുന്നത് എന്തൊരു ഭംഗിയാണല്ലേ. അപ്പം അതുപോലെയാണ് ഇരുട്ടത്ത് തിളങ്ങുന്ന പ്രണയം പോലെ ആയിരിക്കണം എന്ന് പറയണത്. എനിക്ക് ഭയങ്കര, ഞാനൊരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ പ്രണയം കൊണ്ട് തിളക്കമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് കവിയത്രി ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇന്നർ മീനിങ്. അൻജാന അൻ ചീനഹ അൻ ബോലാസ. അൻജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമില്ലാത്തത്, അൻ ചീനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയപ്പെടാത്തത്, അൻ ബോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാത്തത്. അപ്പം അപരിചിതമായതും നമുക്കറിയാത്തതും തിരിച്ചറിയപ്പെടാത്തതും എന്നാൽ കാണാതെയുമുള്ളതും. പഹലി നസർ സാ പ്രേം ചാഹിയേ മുഞ്ചെ, ആദ്യ നോട്ടത്തിൽ തന്നെ സ്നേഹം തോന്നുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം എനിക്ക് ആ പ്രണയം എന്ന് പറയാണ്. ഊബഡ് ഖാബഡ് രാസ്തോ സേ മഞ്ചിൽ തക് പഹൂം ചാത്ത പ്രേം ചാഹിയേ മുജെ. ഊബഡ് ഖാബഡ് രാസ്തോ എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്, അതിലൂടെ ലക്ഷ്യസ്ഥാനമാണ് മൻസിലിലേക്ക് എത്തിക്കുന്ന ഒരു പ്രണയമാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എനിക്ക് എൻ്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ റിലേഷൻ വേണ്ടത്, ആ പ്രണയം വേണ്ടത് എന്നാണ് പറയുന്നത്. മുझे പ്രേം ചാഹിയേ സാരി ദുനിയ രഹത്തി ഹോ ജിസ്മേം പ്രേം ചാഹിയേ മുझे. എനിക്ക് പ്രണയം വേണം, ആ പ്രണയത്തിൽ ലോകം മുഴുവൻ അതിലടങ്ങിയിരിക്കണം, അതുപോലുള്ളൊരു പ്രണയമാണ് എനിക്ക് വേണ്ടത് എന്നാണ് കവിയത്രി ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രണയം എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ലതിനായിരിക്കണം, നമുക്ക് നല്ല രീതിയിൽ നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളർത്തിയെടുക്കാനായിരിക്കണം ഈ പ്രണയം എന്നുള്ളതാണ് നമ്മളടുത്ത് ഇതിലൂടെ ഈ ഒരു പ്രണയത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളടുത്ത് കവി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മഴ പോലെയും അതേപോലെ മഴയൊക്കെ എന്ന് പറയുന്നത് അത്രയും ആസ്വദിക്കുന്നൊരു കാര്യമാണല്ലേ. ഇപ്പം മഴ പോലെയും തണൽ പോലെയും ചൂട് പോലെയും അതുപോലെ തന്നെ ചെടികളൊക്കെ പോലെയും കവി എന്താ പറയുക നദികളൊക്കെ പോലെയും ഒക്കെ ആയിരിക്കണം ഈ ഒരു സ്നേഹം എന്നുള്ളതാണ് കവി പറയുന്നത്.